കോട്ടൺ ഹില്ലിൽ നേരെ പോകേണ്ടത് പാലക്കാടേക്ക്. അതായത് നമ്മൾ പലപ്പോഴും ഈ സിഗരറ്റ് വലി ഒക്കെ തുടങ്ങുന്നത് ഈ മുറിബീഡിയൊക്കെ വലിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ബീഡി കിട്ടാനായിട്ട് അത്ര പാടൊന്നും ഇല്ലായിരുന്നില്ല ഒരു കാലത്ത്. അപ്പോൾ ബീഡി, പിന്നീട് സിഗരറ്റ്, പിന്നെ ആ സിഗരറ്റും ഒരു ആവേശമൊന്നും ആവാതിരിക്കുമ്പോഴത്തേക്കും മാരകമായ ലഹരികളിലേക്ക് കടക്കുകയാണ്. ലഹരി ഉപയോഗിച്ച് രാസലഹരിയിലേക്ക് കടക്കുന്നു. പിന്നീട് അതെ, ഹാനികരമാണ്. അതെ, പിന്നീട് അതും പോരാതായിട്ട് ഈ ലഹരി വാങ്ങിക്കാൻ പിന്നീട് പണം കണ്ടെത്താൻ മറ്റ് കേസുകളിലൊക്കെ ഏർപ്പെടുന്നു, ജയിലിൽ കഴിയുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ജീവിതം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഇനി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം നശിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം തിരികെ എത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഇൻസ്പിറേഷനായ മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല. അദ്ദേഹത്തെ നമ്മുടെ റിപ്പോർട്ടർ, അതെ, സ്വാലിഹ് എന്നാണ് പേര്, അദ്ദേഹത്തെ നമ്മുടെ റിപ്പോർട്ടർ ശ്രീജിത്ത് ശ്രീകുമാരൻ കണ്ടിരുന്നു. എന്താണ് ആ കഥയെന്ന് നമുക്ക് വളരെ വേഗം നോക്കിയിട്ട് വരാം. ലഹരിക്കെതിരെ വലിയ പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും. നമ്മോടൊപ്പം ഉള്ളത് ലഹരി ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഉന്മാദാവസ്ഥയിൽ നിന്ന് കയറി അതിൻ്റെ ഒരു ഭീകരതയൊക്കെ അറിഞ്ഞതിന് ശേഷം അതെല്ലാം തന്നെ പൂർണ്ണമായി നിർത്തി ലഹരി ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒരു ടാക്സി ഓടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ടാക്സി ഓടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയത്? അതിനൊരു കാരണം ഉണ്ടല്ലോ, നേരത്തെ എന്നോട് പറഞ്ഞത്. അതെ, ഞാൻ ഈ വരുന്ന 20-ാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരേക്ക് ലഹരിക്കെതിരെ ഒരു കാൽനടയായിട്ട് യാത്ര തുടങ്ങാൻ പോവാണ്. അത് എനിക്കതിന് നിലവിലേക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് എൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം സാമ്പത്തികമായിട്ട് ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് റോഡ് സൈഡിൽ കിടന്നുറങ്ങിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ള രൂപത്തിലാണ്. കാരണം ഓരോ വില്ലേജുകളും ഉൾഗ്രാമങ്ങളും സ്കൂളുകളും എല്ലാം കവർ ചെയ്തിട്ട് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. സ്വാലിഹിനെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹ് എങ്ങനെയാണ് ഈ ഒരു ലഹരി ഉപയോഗത്തിലേക്ക് എത്തിയത്? സ്കൂളുകളുടെ പരിസരത്ത് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് കഞ്ചാവായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന MDM കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്, സ്റ്റാമ്പ് കിട്ടുന്നുണ്ട്, എല്ലാം സുലഭമായിട്ട് സ്കൂളിൻ്റെ പരിസരങ്ങളിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഈ കുട്ടികൾക്ക്, ഞാനിപ്പോഴും എൻ്റെ ഒരു സംശയം, കുട്ടികൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 10 അല്ലെങ്കിൽ 100 രൂപ കിട്ടാൻ തന്നെ വലിയ പാടുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് അതെങ്ങനെയാണ് കുട്ടികൾക്ക് പൈസ കിട്ടുന്നതാണ് കരുതുന്നത്? ആ കാലത്ത് ചിലപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തുടങ്ങുന്നതായിരിക്കും. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളെ അതിലേക്ക് അഡിക്റ്റ് ആക്കി മാറ്റും. പിന്നെ അതിന് വേണ്ടി ചിലപ്പോൾ മോഷ്ടിക്കാൻ തുടങ്ങും. ഈ പറയുന്ന കുട്ടികളുടെ കാര്യം മാത്രമല്ല, ഒരു പക്ഷെ ഞാനും അതിന് ആ രീതി തന്നെ. എന്തായിരുന്നു സ്വാലിഹിന്റെ ഒരു കഥ? എന്തായിരുന്നു? കാരണം അന്ന് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. ഈ പറയുന്ന റോഡ് സൈഡിൽ കിടക്കുന്ന ബീഡി കുറ്റികളും കാര്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന കുറ്റികളിൽ നിന്ന് സിഗരറ്റിലേക്ക് എത്തി. അത് പിന്നെ ഒരു ബീഡിക്ക് നിറച്ച് കഞ്ചാവ് നിറച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് തന്നെ ലാസ്റ്റ് MDM എത്തി. അവസാനം 18ാമത്തെ വയസ്സിൽ ഒറ്റപ്പാലം സബ് ജയിലിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചിട്ടുണ്ട്. അത് എന്തായിരുന്നു കാരണം? അന്ന് ഏകദേശം 12ഓളം ബൈക്കുകൾ മോഷ്ടിച്ചു. അതുപോലെ ഒരു 3 പേരെ ആക്രമിച്ചു. ഇതൊക്കെ അതുപോലെ റോഡ് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആളെ ആക്രമിച്ചിട്ട് അവരെ പൈസ തട്ടിപ്പറിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ 12 പേര്, ഞങ്ങൾ ഒരാളല്ല 12 പേരായിരുന്നു. ഞങ്ങൾ ഇതിൽ കൂട്ടത്തിൽ ഏറ്റവും വയസ്സ് കമ്മിയുള്ളത് 16 വയസ്സുള്ള കുട്ടിയായിരുന്നു. ഏറ്റവും പ്രായം കൂടുതലുള്ളത് 23 വയസ്സുള്ള ഒരാളായിരുന്നു. ഞങ്ങൾ 12 പേരും ഒരുമിച്ചിട്ട് തന്നെ നടന്നിട്ടാണ്. അത് സ്കൂൾ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾക്ക് അതൊരു ഒരു ഹരായി മാറി. കാരണം ഇതിങ്ങനെ കിട്ടുകയല്ലേ. കാരണം ഞങ്ങൾക്ക് ജോലി ചെയ്യേണ്ട, മറ്റുള്ള കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകളെ ഉപദ്രവിക്കുക, ആളുകളെ മുതൽ മോഷ്ടിച്ചിട്ടും തട്ടിപ്പറിച്ചിട്ടും അത് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ അത് വിറ്റിട്ട് അതുകൊണ്ട് കഞ്ചാവ് അടിക്കുക, MDM അടിക്കുക, സ്റ്റാമ്പ് അടിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമുക്ക് അതിൽ എന്താണ് നമ്മളെന്താ ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും ഒരു സ്വയബോധം ഉണ്ടാവില്ല. അച്ഛനെ അടക്കം വെട്ടാൻ പോയി. എൻ്റെ ഉപ്പാക്ക് നേരൊക്കെ ഞാൻ കത്തിയെടുത്ത് പോയിട്ടുണ്ട്. അതെൻ്റെ ഉപ്പാക്ക് നേരക്കല്ല, എൻ്റെ പെങ്ങളെ നേരക്ക് ഞാൻ അക്രമ സ്വഭാവം എടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മാക്ക് നേരെ അക്രമ സ്വഭാവം എടുത്തിട്ടുണ്ട്. എൻ്റെ അയൽവാസികൾക്ക് നേരെ അക്രമ സ്വഭാവം എടുത്തിട്ടുണ്ട്. എൻ്റെ ഉപ്പാക്ക് നേരെ രാത്രിക്ക് നമ്മൾ തമാശക്ക് സംസാരിക്കുന്നതിനിടയിൽ ഉപ്പാക്ക് നേരെ കത്തിയെടുത്തിട്ട് ഉപ്പാനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. കാരണം അതൊക്കെ അല്ല, സ്വഭാവത്തിൽ നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. എല്ലാവിധ ഭാവങ്ങളും അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് വേണ്ടിയാണ് സ്വാലിഹിൻ്റെ യാത്ര. അത് തന്നെ വരച്ചു കാട്ടിയാണ്, തൻ്റെ മുൻ ജീവിതം, ഭൂതകാല ജീവിതം വരച്ചു കാട്ടിയത്. അത് ഇനി ആർക്കും വരരുത് എന്നാണ് സ്വാലിഹ് പറയുന്നത്. രാജീവ് സുദേവിനും അഷ്റഫ് അലിക്കും ഒപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.